കർക്കിടകത്തിലെ അവസാന ചൊവ്വാഴ്ചയാണ് ആഗസ്റ്റ് 12. ഈ ദിവസം പല നാളുകാർക്കും ഐശ്വര്യപ്രദമായ പല കാര്യങ്ങളും നടക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാത്തിനുപരി എല്ലാവരും മഹാലക്ഷ്മി ജ്യോതിഷം എല്ലാ ദിവസവും കാണണം. എല്ലാ ദിവസവും കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതിലൊരു സംശയവുമില്ല. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതുപോലെ തന്നെ സെപ്റ്റംബർ 5 ഒരു നറുക്കെടുപ്പുണ്ട്. അതിലൊരു ഭാഗ്യവാന് നമ്മൾ തീർച്ചയായും 25,000 രൂപയുടെ ഒരു മൊബൈൽ കൊടുക്കും എന്നുള്ള സന്തോഷ വാർത്തയുമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടാൽ എല്ലാവർക്കും ഓരോ ദിവസം ഓരോ ഐശ്വര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായി പറയുകയാണെങ്കിൽ ലോട്ടറി അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വസ്തു മേടിക്കുന്നുണ്ട്, വീട് മേടിക്കുന്നുണ്ട് എന്ന് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നുണ്ട് ആൾക്കാർ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ശിവപൂജ, വിഷ്ണുപൂജ, കുബേരപൂജ, മഹാലക്ഷ്മി പൂജ, ശത്രുസംഹാര പൂജ തുടങ്ങിയ എല്ലാ പൂജകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കർക്കിടക മാസത്തിലെ ഏറ്റവും അവസാന ചൊവ്വാഴ്ചയാണ് ആഗസ്റ്റ് 12. ആഗസ്റ്റ് 12 ഈ ചൊവ്വാഴ്ചയും വന്നാൽ പല നാളുകാർക്കും പല മാറ്റങ്ങളാണ് വരുന്നത്. ഈ മാറ്റങ്ങൾ പ്രധാനമായും ഗുണം ചെയ്യുന്നതാണ്. രാഹുവിൻ്റെ സ്വാധീനവും ശനിയുടെ സ്വാധീനവും വളരെയധികം ബാധിക്കുന്ന ഒരു ദിവസമാണ് ആഗസ്റ്റ് 12 ചൊവ്വാഴ്ച തൊടുന്നതെല്ലാം പൊന്നാവുന്ന കുറേ നാളുകാരുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായി വരുന്ന ഒരു ദിവസമാണ് ആഗസ്റ്റ് 12. ആഗസ്റ്റ് 12 ചൊവ്വാഴ്ച, കർക്കിടകത്തിലെ അവസാന ചൊവ്വാഴ്ച. ഈ ദിവസം രാജകീയമായ പ്രൗഢിയിലെത്തുന്ന കുറേ നാളുകളുണ്ട്. അതിൽ പ്രധാനമായി അശ്വതി നാളാണ്. അശ്വതിയും ഭരണി, കാർത്തിക ഈ 3 നാളുകാർ പ്രധാനപ്പെട്ട ഐശ്വര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ആഗസ്റ്റ് 12 ചൊവ്വാഴ്ച ഈ ദിവസം അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സാമ്പത്തികമായ ഉയർച്ചയാണ് പ്രധാനം. പല തടസ്സങ്ങളും അവർക്ക് ഈ ദിവസം മാറിക്കിട്ടും. പ്രധാനമായും ഭദ്രകാളി ഉപാസന പ്രധാനമാണ്. പരിഹാരങ്ങൾ നമ്മൾ അവസാനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അശ്വതി, ഭരണി, കാർത്തിക ഇവർക്ക് സാമ്പത്തികമായ ഒരു തകർച്ചയുമില്ല ഈ ദിവസം. അതുപോലെ തന്നെ വസ്തു മേടിക്കാനും വീട് മേടിക്കാനും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനും ഈ ദിവസം വളരെയധികം ശ്രേഷ്ഠകരമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലും അവർക്ക് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. സ്ത്രീയായാലും പുരുഷനായാലും എല്ലാവർക്കും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഈ ദിവസം കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ആ മുടക്കം ഈ ദിവസം മാറി ഒരു നല്ല ശുഭവാർത്തകൾ കേൾക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന ദിവസമാണ് ആഗസ്റ്റ് 12. അപൂർവങ്ങളിൽ അപൂർവമായ കർക്കിടക മാസത്തിലെ അവസാന ചൊവ്വാഴ്ച. എല്ലാം കൊണ്ടും അവർക്ക് മംഗളകരമായ ദിവസമാണ് അശ്വതി, ഭരണി, കാർത്തിക. അടുത്തത് പറയേണ്ടത് രോഹിണി, മകയിരം, തിരുവാതിര, പുണർന്നം ഈ നാളുകാർക്കും വളരെയധികം ശ്രേഷ്ഠകരമായൊരു ദിവസമാണ് ആഗസ്റ്റ് 12. ഈ ചൊവ്വാഴ്ച ദിവസം തീർച്ചയായും അവർക്ക് ധനം കൊണ്ട് കുമിയും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവി നാരായണനും കൊടുക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അവർക്ക് നല്ലൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച. എല്ലാം കൊണ്ടും അവർക്ക് ഐശ്വര്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരു ദിവസമാണ് ആഗസ്റ്റ് 12 എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അവർ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു ദിവസമാണ് ആഗസ്റ്റ് 12. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവി നാരായണനും കൊടുക്കും. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം തീർച്ചയായും ജോലി കിട്ടും, ആ ഒരു ശുഭവാർത്ത കിട്ടും. അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് നല്ലൊരു പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്കും എല്ലാം ഐശ്വര്യമായിരിക്കും. മംഗളകരമായ പ്രവൃത്തിയും അവർക്ക് നല്ല രീതിയിലുള്ള വീട്ടിൽ അന്തരീക്ഷവും എല്ലാം നല്ലതായിരിക്കും. അവർക്കും നല്ലതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം വീട്ടിൽ നല്ല അന്തരീക്ഷം കിട്ടും. അതുപോലെ തന്നെ പരിഹാരക്രിയയും നമ്മൾ പറയുന്നതാണ് അവസാനം. ഇനി പറയേണ്ട ഉത്രട്ടാതി, രേവതി, പുണർന്നം, ആയില്യം, മകം തുടങ്ങിയ നാളുകളാണ് ചൊവ്വാഴ്ച ഈ ആഗസ്റ്റ് 12 രാജയോഗത്തിലെത്തുന്ന നാളുകൾ. അവർക്ക് എല്ലാ വിധത്തിലും സാമ്പത്തികമായുള്ള ആ പിരിമുറുക്കം എല്ലാം മാറി, ശാരീരികവും മാനസികമായുള്ള പിരിമുറുക്കം മാറി സാമ്പത്തിക ഉയർച്ച വരുന്നൊരു ദിവസമാണ് ആഗസ്റ്റ് 12 ചൊവ്വാഴ്ച. ഈ അപൂർവമായ ദിവസം പരിഹാരം ചെയ്താൽ പൂർണ്ണമായും ഈ പറഞ്ഞ നാളുകാർക്കെല്ലാം ഐശ്വര്യമുണ്ട്. അതുപോലെ തന്നെ അത്തം, കേട്ട, തിരുവാതിര, തിരുവോണം എന്നീ നാളുകാർക്കും വളരെ ശ്രേഷ്ഠകരമായൊരു ദിവസമാണ്. ചോതി, ചതയം, ചിത്തിരയ്ക്കും എല്ലാം നല്ല ശ്രേഷ്ഠകരമായൊരു ദിവസമാണ്. മൂലം അവർക്കും നല്ല ഐശ്വര്യമാണ്. ഉത്രാടം, ഉത്രട്ടാതി, രേവതി ഈ നാളുകാർക്കും വളരെയധികം ശ്രേഷ്ഠകരമായൊരു ദിവസമാണ്. പരിഹാരക്രിയ ചെയ്യേണ്ട ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഭദ്രകാളി ഉപാസന അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ ജപിക്കുക. അതുപോലെ ദേവീക്ഷേത്രത്തിൽ ചെന്ന് തീർച്ചയായും കുങ്കുമം കൊടുക്കുക. കുങ്കുമം കൊടുക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ
ദേവിക്ക് നാരങ്ങമാല കൊടുക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും എന്നുള്ളത് ഒരു സംശയവും. ഈ ദിവസം നിങ്ങളുടെ വീട്ടിൽ പ്രാവ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധനം വന്നു ചേരാനുള്ള സമയമായി, അല്ലെങ്കിൽ ശുഭമായൊരു വാർത്ത കേൾക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് പ്രാവ് വന്നു കഴിഞ്ഞാൽ സൂചന. അപൂർവങ്ങളിൽ അപൂർവമായൊരു ദിവസമാണ് ആഗസ്റ്റ് 12. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ നാളുകാർക്കുണ്ടാകട്ടെ. ഓം ലക്ഷ്മി നാരായണ.